എന്ത് പറ്റിയാ? വണ്ടി പണി വന്നടാ. ഈ പാട്ട് വണ്ടി എത്ര തവണ കളയാൻ? ഇതെപ്പോ എങ്കിലും പണിയാന്നില്ല. ഇതിപ്പോ എന്ത് പറ്റി അറിയില്ല, സ്റ്റാർട്ട് ആവുന്നില്ല. എന്തായാലും ഇവിടെ ഇരിക്കട്ടെ, എന്റെ വണ്ടി പോവാ. അതായത് കൂട്ടിയേക്ക്, ഇനി ഇതാരും കഴിച്ചു അതും പണിയാവും. വാടാ, കേറിയിരി. എനിക്കും കൂടെ ഉണ്ട്. ബാങ്ക് എന്തെങ്കിലും വിശേഷം? എന്ത് വിശേഷം അളിയാ, അങ്ങനെ തട്ടിയും മുട്ടിയും പോകുന്നു. ഞാൻ ഫോണിൽ പോയാൽ നിനക്ക് ഓർമ്മയുണ്ടോ? എന്താ അളിയാ? ഇൻഷുറൻസിന്റെ കാര്യമേ. ഇൻഷുറൻസോ? ഞാൻ ഇൻഷുറൻസിന്റെ പോളിസി ഫോം കൊണ്ടുവന്നിട്ടുണ്ട്, നീ നോക്ക്. ഇത് ഫില്ല് ചെയ്യാൻ തന്നാൽ മതി. എടാ, ഇത് 10 ലക്ഷം രൂപയുടെ പോളിസിയാ. ഇതാ ഞാൻ പറഞ്ഞില്ലേ, ലൈഫ് ഇൻഷുറൻസ് പോളിസി കാര്യം, ജോയിന്റ് ലൈഫ് പോളിസി. നോക്ക്, ഇത് ഞങ്ങൾക്ക് ബാങ്ക് കമ്മീഷൻ തന്നിരിക്കുന്ന ഒരു ജോയിന്റ് ലൈഫ് പോളിസിയാണ്. നമുക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരാളുമായിട്ട് ജോയിന്റ് ലൈഫ് പോളിസി ഇതിൽ തുടങ്ങാൻ പറ്റും. ഇതിപ്പോൾ നീ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പ്രൊമോഷനുള്ള ചാൻസ് കൂടുതലാണ്. വേറൊന്നുമില്ല, ജസ്റ്റ് നീ ഒരു 5000 രൂപ അടച്ചാൽ മതി. ഞാൻ 5000 രൂപ അടയ്ക്കണം. എൻ്റെ നോമിനി നീയാണ്, നിൻ്റെ നോമിനി ഞാനാണ്. അടയ്ക്കേണ്ട ഒരു മാസം പ്രീമിയം നീ 5000 രൂപ, ഞാൻ 5000 രൂപ, അങ്ങനെ 10000 രൂപ ആവുന്നുള്ളൂ, വേറൊന്നും ആവുന്നില്ല. നീ ഇത് ചുരുക്കി പറ, ഞാൻ ഇപ്പോൾ ചെയ്യേണ്ടത്? നീ ഒന്നും ചെയ്യണ്ട, നീ എൻ്റെ കൂടെ ജോയിൻ ആയിട്ട് എന്ന് ഈ പ്രീമിയം അടച്ചാൽ മാത്രം മതി, വേറെ ഒന്നും തന്നെ ഇല്ല. ഞാൻ ഇതിനകത്ത് പൈസ ഇറക്കണം, അത്രേ ഉള്ളൂ. അതെ, വലിയ കാര്യമൊന്നുമില്ല. 5000 ഉള്ള മാസം. 5000 രൂപ കാര്യമുള്ളൂ. ഞാൻ 5000, നീ 5000, അങ്ങനെ 10000 രൂപ. അതൊന്നും കുഴപ്പമില്ല, പ്രശ്നമല്ലോ? ഒരു പ്രശ്നമില്ല. ഓക്കെ.
ചേട്ടൻ എന്താ അവിടെ നിൽക്കുന്നത്? ഉമ്മ കടലിന്റെ തിര എണ്ണാൻ വന്നതാ. സമയം എന്തായി? സമയം 1 മണിയായിട്ടാ. കുറെ ടൈമായല്ല. നമ്മ സ്കൂട്ടാവാ. നമ്മ വാടി ഇവിടെ ഉണ്ടായിരുന്നല്ല. നിർത്തർത്ത്. ഇവന് പറ്റിയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇതല്ല. മിനുങ്ങും മിന്നമിനുങ്ങി മിന്നി മിന്നി തേടുന്നതാരേ മരുമോ ചാരേ നിന്നച്ഛൻ. സുരേഷ, ഞാനടാ, ഞാൻ ഈ ബീച്ചിലുണ്ട്. എനിക്ക് ബുദ്ധിമുട്ടില്ല, ഇങ്ങോട്ടൊന്ന് വരുമോ? ഒരു കാര്യം പറയാനുണ്ട്. ഓക്കെ. ആ, പാടായിരിക്കും. എന്താടേ പെട്ടെന്ന് വിളിച്ചേ? ഞാൻ ഒരു സീരിയസ് മാറ്റർ പറയാൻ വിളിച്ചാടാ നിന്നെ. എന്തോ കാര്യം? നീ വിചാരിച്ചാൽ മാത്രമേ ആദ്യം രക്ഷപ്പെടുത്താൻ പറ്റൂ. വേറൊരു വഴി ഞാൻ കാണുന്നില്ല. നീ ആ കാര്യം പറ. എന്തോ പറ. ഇന്നലെ പറയാൻ പറ്റൂ. ഞാൻ ബാങ്കിൽ നിന്ന് ഒരു 10 ലക്ഷം രൂപ എടുത്ത് മറിച്ചായിരുന്നടാ. അത് 2 ദിവസം കൊണ്ട് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ എൻ്റെ പണി പോടാ. ഞാനെന്തെന്ന് പറ. നീ എവിടെ നിന്നെങ്കിൽ എനിക്കൊരു 10 ലക്ഷം രൂപ ഒപ്പിച്ചു തരാമോ? ഞാൻ നിനക്കൊരു മാസത്തിൽ തിരിച്ചു തരാതെ. അതാണ് വലിയ കാര്യം. ഒരു കുഴപ്പമില്ല, ഞാൻ ഒപ്പിച്ച് തന്നോളാം. എനിക്ക് എങ്ങനെ ഒപ്പിച്ചു തരണടാ? എനിക്ക് വേറെ ആരും ചോദിക്കാനില്ല. ഇത് വലിയ കാര്യമൊന്നുമില്ല, ഞാൻ ഒപ്പിച്ച് തന്നോളാം. മാക്സിമം ഞാൻ 1 മാസത്തിനുള്ളിൽ നിനക്ക് കാശ് തിരിച്ചു തന്നോളാം. ഇതിനാണ് നീ ഇരിക്കുന്നത് ഇവിടെ. വാ വാ, നമുക്ക് പോവാം. വാ വാ, എണ്ണിക്ക് എണ്ണിക്ക് എണ്ണി. അയ്യോ, രാഗം വേണ്ടടാ. പിന്നെ മണന്ന് വരും പിടി. നീ ഇച്ചിരി നേരം കൂടെ ഇരുന്നാലേ നിനക്ക് പല തോന്നലുകളും തോന്നും. അതിന് പോകുന്നതാണ് നല്ലത്. ആ സുരേഷേ, എവിടെയാടാ? എന്നെ ഒന്ന് വിളിക്കാൻ പറയാമോ നീ? എൻ്റെ ബൈക്ക് കംപ്ലൈൻറ്റാ. ഞാൻ എൻ്റെ ബാങ്കിൽ നിന്ന് ഇറങ്ങി. ശരി. കാശില്ലെന്ന് പറയാം, അല്ലെങ്കിൽ കാശ് തരത്തില്ലെന്ന് പറയാം. എന്നും പറയാൻ പറ്റിക്കുന്നതാണ്. എന്താ പൈസ എന്തോ വേടാ? ഞാൻ വിചാരിച്ച പോലെ കാശ് റോളായിട്ടില്ല. നീ മിനിമം എനിക്കൊരു 3 മാസം സമയം തന്നേ പറ്റൂ. നടക്കത്തില്ല, നടക്കത്തില്ല. നീ കുറേ നാളുകൊണ്ട് പറയുന്നുണ്ട്. 3 മാസം 2 മാസമല്ല. നീ ഒരാഴ്ച കൂടെ സമയം തരത്തില്ല. നീ അറ്റ്ലീസ്റ്റ് 3 മാസം വേണ്ട, 1 മാസം തന്നേ പറ്റൂ. ഞാൻ കാശ് എങ്ങനെ റോൾ തരാം. നടക്കത്തില്ല പക്ഷേ, ഇത് നടക്കത്തില്ല. നിന്റെ സീരിയസ് നിനക്ക് അറിഞ്ഞൂടാ. ഞാൻ ചത്തിരി നിന്റെ പൈസ നാളത്തെ വേടാ ഫോൺ. എനിക്ക് സംസാരിക്കാൻ വയ്യ, കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടോ, തൊണ്ട വയ്യ, എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടുപിടിക്കാം. നീ വിഷമിക്കായിരിക്കും. എന്നാ വെള്ളം കുടി.
നീ എത്ര സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത്? നീ കാണിച്ച പോക്കൃത്തിന് ഇതല്ല കാണിക്കണ്ടേ, ഇതിനപ്പുറമാണ് കാണിക്കണ്ടേ. നീ കൂടുതൽ ഓവറായിട്ടൊന്നും ചെയ്യണ്ട. കാശ് എന്താ ഞാൻ തരും. മിനിമം എനിക്കൊരു മാസം തന്നേ പറ്റൂ, ഞാൻ തരും. ഇനി എനിക്കതെന്ന് അറിയാം, അത് ഞാൻ ചെയ്തോളാം. സുരേഷേ, പോടാ, ചുമ്മാ സംസാരിക്കുക. നീ എന്തിനാണ് ഈ സില്ലി മാറ്ററിലൊക്കെ ചൂടാവുന്നത്? ഈ പണത്തിനാണ് സില്ലി മാറ്റർ. നിനക്കെന്നെ അത്രയ്ക്ക് വിശ്വാസമില്ലടാ. വിശ്വാസമുണ്ട്, പക്ഷെ എൻ്റെ ഗതി ഉണ്ടല്ലേ പറഞ്ഞത്. നിനക്ക് അത്രയ്ക്ക് വിശ്വാസമില്ല. നിന്റെ കാറിൻ്റെ ബാക്ക് സീറ്റിൽ ഒരു ബാഗുണ്ട്, അതിലുണ്ട് നിന്റെ കാശ്. പോ. കാറിൻ്റെ ബാക്കിൽ പൈസ ഇരിപ്പുണ്ടെന്നോ? എന്ത് പൈസ നീ പറഞ്ഞേ? നിങ്ങളുടെ ചെവിയോട്ടൂടെ? കാറിൻ്റെ ബാക്ക് സീറ്റിൽ ഇരിപ്പുണ്ട് കാശ്, പോയെടുക്ക്. അവൻ ആ പോളിസി സൈൻ ചെയ്ത സമയത്ത് പറഞ്ഞില്ല, അവനെന്തെങ്കിലും പറ്റിയ അവൻ്റെ കാശ് എനിക്കെന്തെങ്കിലും പറ്റിയ എൻ്റെ കാശ് അവന്. അപ്പോൾ അവനെന്തെങ്കിലും പറ്റിയ